ശേഷം ശങ്കർ കണ്ണു തുറക്കുകയാണ്. ബോധം വരുന്ന ശങ്കറിന് എന്താണ് സംഭവിച്ചത്, ഞാൻ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് കൺഫ്യൂഷനിലാകുന്ന ശങ്കർ സൗണ്ട് ഉണ്ടാക്കുന്നത് കേൾക്കുന്ന മോഹിനി ഒരു സ്ലൈഡ് ഉപയോഗിച്ച് ശങ്കറിനെ ഉപദ്രവിക്കുകയാണ്. ശങ്കറിന്റെ നെറ്റി മുറിഞ്ഞ് ബ്ലഡ് വരികയാണ്. അപ്പോൾ ശങ്കറിന്റെ ബോധം പോകുന്നു. ഇനി കുറച്ച് നേരത്തേക്ക് ശല്യം ഉണ്ടാവില്ല, ഈ ബ്ലഡ് കാരണം എന്റെ തലമുടി വൃത്തികേടായി എന്ന് മോഹിനി പറയുന്നത് കേൾക്കുന്ന രംഭ, തലമുടി വൃത്തിയാക്കാനല്ലേ പാറു ഷാമ്പു തന്നത്, ഈ ഷാമ്പു തലയിൽ തേച്ച് കുളിച്ചാൽ മതി എന്ന് പറയുകയാണ് രംഭ. ഞാൻ അത്രയ്ക്ക് മന്ദബുദ്ധിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രംഭ? ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി പാറു ഉറപ്പായും ഇതിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാവും, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഷാമ്പു നീ ഉപയോഗിച്ചു എന്ന് പറയുകയാണ് മോഹിനി. മറുവശത്ത് പാറു മഹാദേവന്റെ മുന്നിൽ നിൽക്കുകയാണ്. പാറു മഹാദേവനോട് രക്ഷസ് തന്ത്രശാലിയാണെന്ന് എനിക്കറിയാം, ഞാൻ കൊടുത്ത ഷാമ്പു ഉറപ്പായും രക്ഷസ് തലയിൽ തേക്കില്ല, അതുകൊണ്ട് ഈ പാലസിലെ എല്ലാ റൂമിലെയും ഷാമ്പു ബോട്ടിൽ ഞാൻ കൊണ്ടുവന്ന ഷാമ്പു ഒഴിച്ചു വെച്ചു, ഇപ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല രക്ഷസ് എന്ന് പറയുകയാണ് പാറു. ശേഷം പാറു എല്ലാവരും കുളിച്ചിട്ട് വരുന്നത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ സൗദാമിനിയും ബബ്ലിയും തലയിൽ ടൗൽ കെട്ടി വെച്ച് അവിടേക്ക് വരികയാണ്. തുടർന്ന് നന്ദയും പപ്പിയും വരുന്നു. അവരും തലയിൽ നിന്ന് ടൗൽ എടുക്കാത്തത് കൊണ്ട് അവരുടെ മുടി കാണാൻ കഴിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പാറു. അപ്പോൾ സീമയും ലക്കനും ദുൽചന്തും അവിടേക്ക് വരികയാണ്. സീമയും തലയിൽ ടൗൽ കെട്ടിയിരിക്കുകയാണ്. സ്ത്രീകൾ എല്ലാവരും തലയിൽ നിന്ന് ടൗൽ മാറ്റാത്തത് കൊണ്ട് ഡൗട്ടോടെ നിൽക്കുകയാണ് പാറു. പാറു അവരുടെ എല്ലാവരുടെയും തലയിൽ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന സൗദാമിനി പാറുവിനോട് ജോലിക്കാരുടെ സ്ഥാനത്ത് നിൽക്കണമെന്നും ശങ്കറിന്റെ ഭാര്യയായി പാറുവിനെ സൗദാമിനി അംഗീകരിച്ചിട്ടില്ല എന്നും ഈ കുടുംബത്തിലെ മരുമകളാകില്ല എന്നും പറയുകയാണ്. ആ സമയം അത് കേട്ട് അവിടെ വരുന്ന മുത്തശ്ശി സൗദാമിനിയോട് മിണ്ടാതെ നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് പാറുവിനോട് മുത്തശ്ശി, സൗദാമിനി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കേണ്ട, ചായ കുടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ, ചായ കുടിക്കുമ്പോൾ എല്ലാം ശരിയാകും. പാറു പോയി എല്ലാവർക്കും വേണ്ടി ചായ കൊണ്ടുവരാൻ പറയുമ്പോൾ പാറു അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് മോഹിനി കുളിക്കുകയാണ്. മോഹിനി തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശങ്കറിന്റെ തലയിലും വെള്ളം വീഴുകയും ശങ്കറിന് ബോധം വരികയും ചെയ്യുന്നു. മോഹിനി ഷാമ്പു തേക്കുകയാണ്. ഷാമ്പു ശങ്കറിന്റെ ദേഹത്തും ആവുകയാണ്. ശങ്കർ എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ മോഹിനിക്ക് ശങ്കറിന് ബോധം വന്നു എന്ന് മനസ്സിലാവുകയാണ്. ആ കാര്യം അറിയുന്ന മോഹിനി ചൂടുവെള്ളം തലയിൽ ഒഴിക്കുമ്പോൾ ശങ്കർ ദേഹം പൊള്ളുന്നത് കൊണ്ട് അലറി വിളിക്കുകയാണ്. ശങ്കർ അലറി വിളിക്കുന്നത് കേൾക്കുന്ന മോഹിനി വീണ്ടും ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അപ്പോഴും ശങ്കർ അലറി വിളിക്കുകയാണ്. അപ്പോൾ സമയം കുളി കഴിഞ്ഞ് വരുന്ന മോഹിനി തലയിൽ നിന്ന് ടവൽ മാറ്റുകയാണ്. അപ്പോൾ മോഹിനിയുടെ മുടിയുടെ കളർ മാറിയിരിക്കുകയാണ്. മറുവശത്ത് പാറു എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. എല്ലാവരും ചായ കുടിക്കുന്നത് കാണുന്ന പാറു മോഹിനി രംഭയും അവിടെ ഇല്ലാത്തത് ശ്രദ്ധിക്കുകയാണ്. ഈ സമയം മോഹിനി, പാറു എന്റെ മുടിയിൽ ഇങ്ങനെ ചെയ്തതിന് എല്ലാം ശങ്കർ വേദനിക്കുമെന്ന് പറഞ്ഞ് മോഹിനി തലയിൽ തൊട്ട് നോക്കുമ്പോൾ ശങ്കറിന്റെ തലയിൽ ഒരിടത്തും കാണാനില്ല എന്ന് അറിയുന്ന മോഹിനി ആ കാര്യം മൻമോഹനോടും രംഭയോടും പറയുകയാണ്. ശേഷം ബബ്ലി ശങ്കറിനോട് സംസാരിക്കുന്നത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവിടെ തലയിൽ സാരിയുടെ മുന്താണിയിട്ട് തലമുടി മറിച്ച് മോഹിനി രംഭയും അവിടെ വരികയാണ്. അവിടെ വരുമ്പോൾ ശങ്കർ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണെന്ന് അറിയുന്ന മോഹിനി ഞെട്ടി നിൽക്കുകയാണ്. ശങ്കറിന്റെ സൗണ്ടിൽ സംസാരിക്കുന്നത് പാറുവാണ്. അവരെല്ലാവരെയും പറ്റിക്കുന്നതിന്റെ വിഷമത്തോടെയാണ് പാറു ബബ്ലിയോട് സംസാരിക്കുന്നത്. ശങ്കർ വരുമ്പോൾ ഒത്തിരി ഗിഫ്റ്റ് കൊണ്ടുവരാമെന്ന് പറയുന്നത് കേൾക്കുന്ന ബബ്ലി വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം പാറു മോഹിനി തലയിൽ തുണി ഇട്ടിരിക്കുന്നത് കാണുകയാണ്. അത് കാണുന്ന പാറു മോഹിനിയുടെ മുടി കാണാൻ വേണ്ടി ഒരു ഫാൻ എടുത്ത് മോഹിനിയുടെ മുന്നിൽ വെച്ച് ഓൺ ആക്കിയിട്ട് മാറി നിൽക്കുകയാണ്. മോഹിനിയുടെ തലയിൽ നിന്ന് തുണി മാറുന്നത് കണ്ട് ആകാംക്ഷയുടെ പാറു നിൽക്കുമ്പോൾ പാറുവിന്റെ മുന്നിൽ വരുന്ന മൻമോഹൻ പാറുവിന്റെ ഡ്രസ്സിൽ മനഃപൂർവ്വം വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് പാറുവിന്റെ ശ്രദ്ധ മാറ്റാൻ നോക്കുകയാണ് മൻമോഹൻ. ഈ സമയം മോഹിനിയുടെ തലയിൽ നിന്ന് തുണി മാറുകയും വളരെ ബുദ്ധിമുട്ടി മോഹിനി തലയിൽ തുണി ഇടുമ്പോൾ മോഹിനി അവിടെ ഒരു പാവ ഇരിക്കുന്നത് കാണുകയാണ്. ആ പാവ എടുക്കുന്ന മോഹിനി ആ പാവയുടെ മുടി മാന്ത്രിക ശക്തി പ്രയോഗിച്ച് മോഹിനിയുടെ മുടിയാക്കുകയാണ്. ശേഷം മൻമോഹനോട് ഓരോന്ന് പറഞ്ഞ് പാറു മോഹിനിയുടെ അടുത്ത് വരുമ്പോൾ മോഹിനിയുടെ മുടിക്ക് നിറവ്യത്യാസമൊന്നും കാണാത്തത് കാണുന്ന പാറു ഞെട്ടി നിൽക്കുകയാണ്. മറുവശത്ത് പാറു പൂജാരിയുടെ മുമ്പിൽ വിഷമിച്ച് നിൽക്കുകയാണ്. ഇന്ന് വ്രതം എടുക്കുന്ന ദിവസമാണ്. ശങ്കർ പാറുവിനെ ഭാര്യയായി സ്വീകരിച്ചിട്ടും വ്രതം എടുക്കുമ്പോൾ ശങ്കർ അടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് പാറു. അപ്പോൾ പൂജാരി ഒരു മാന്ത്രിക ചീപ്പ് പാറുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊരു മാജിക്കൽ കോമ്പാണെന്നും ഈ ചീപ്പ് വഴി രക്ഷസിന്റെ തലമുടിയിൽ പാറുവിന് പോകാനും ശങ്കറിനെ രക്ഷപ്പെടുത്താനും കഴിയുമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന പാറു ഇന്നത്തെ വ്രതം അവസാനിപ്പിക്കുമ്പോൾ ശങ്കർ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് പാറു. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.